സംസ്ഥാനത്ത് അധ്യയന വർഷം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴും വേതനം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക തൊഴിലാളികൾ. ദിവസേന വിദ്യാർത്ഥികൾക്കായി ഉച്ചഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യുന്ന ഇവർക്ക് സ്വന്തം കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ പോലും നിറവേറ്റാൻ കടം വാങ്ങേണ്ട സാഹചര്യമാണ്. പലരും വായ്പയും പലിശ കടവും ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേതനം വൈകുന്നതോടെ വീട്ടുചെലവുകൾ, ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് തൊഴിലാളികൾ പറയുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കുന്ന ഇവർക്ക് സ്വന്തം കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. അധ്യയന വർഷം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴും ജൂൺ മാസത്തെ ഓണറേറിയം പോലും ലഭിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. ശമ്പളം ലഭിക്കാത്തതോടെ കുടുംബച്ചെലവുകൾ താളം തെറ്റിയെന്നും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ കടവും വായ്പയും ആശ്രയിക്കേണ്ട സാഹചര്യമാണെന്നും അവർ പറയുന്നു. കടം മേടിച്ച് ചെയ്ത പൈസ പോലും ഇപ്പോൾ കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. നമ്മൾ ഈ വാടക കൊടുക്കുന്നവരുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, അപ്പോൾ സുഖമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ മരുന്ന് മേടിക്കാനും വാടക കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. വേറെ ഒരു ആനുകൂല്യങ്ങളൊന്നും നമുക്കില്ല, ESA ഇല്ല, ഇതൊന്നുമില്ല. വേനലവധിക്കാലത്ത് ലഭിച്ച 2000 രൂപയുടെ അലവൻസാണ് കഴിഞ്ഞ 4 മാസത്തിനിടെ ലഭിച്ച ഏക സാമ്പത്തിക സഹായമെന്നും പാചക തൊഴിലാളികൾ പറയുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 1000 രൂപയുടെ പ്രത്യേക അലവൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. നിലവിൽ 150 കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ജോലിയുള്ള ദിവസങ്ങളിൽ 675 രൂപയാണ് വേതനം. എന്നാൽ പല സ്കൂളുകളിലും 500 കുട്ടികൾ വരെ ഒരേ ഒരു പാചക തൊഴിലാളിയെ ആശ്രയിച്ചാണ് ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് പോകുന്നത്. 250 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന മുൻ സർക്കാർ തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. കുട്ടികൾക്ക് ദിവസവും അന്നം വിളമ്പുന്നവരുടെ ജീവിതം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ കുടിശ്ശികയായ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്രയും വേഗം വിതരണം ചെയ്യാൻ സർക്കാർ ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ, ഓണത്തോടനുബന്ധിച്ച് 20 ദിവസത്തെ ബോണസ്, ഓഗസ്റ്റ് മാസത്തെ മുൻകൂർ ശമ്പളം എന്നിവയും അടിയന്തരമായി അനുവദിച്ചു കിട്ടണമെന്ന ആവശ്യവും പാചക തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു. അമൃത ന്യൂസ്, കൊല്ലം.